ഗുഡ് ഈവനിങ്. വെൽക്കം ടു എക്സ്കാസ്റ്റ്. അപ്പോൾ നമ്മുടെ വേൾഡ് കപ്പും കാര്യങ്ങളൊക്കെ എല്ലാം തുടങ്ങിയത് എല്ലാവർക്കും അറിയാം. ഗ്രൂപ്പ് സ്റ്റേജസിലെ റൗണ്ട് 1 കഴിഞ്ഞ് ചില ടീമുകളുടെ റൗണ്ട് 2 കഴിഞ്ഞിട്ടുണ്ട്. സോ സംഭവം വേറൊന്നുമില്ല, റൗണ്ട് 1 ഒരു ചെറിയ റീക്യാപ്പും റൗണ്ട് 2 എന്താവും, ബാക്കി റൗണ്ട് ഓഫ് 32 ആരൊക്കെ പോവും എന്നുള്ളതായിരിക്കും നമ്മൾ ഇതിനകത്ത് പറയാം. സോ തുടങ്ങാലോ. തുടങ്ങാം. ഇൻട്രസ്റ്റിംഗ് ആക്കാനായിട്ട് തുടക്കം തന്നെ വേറെ വല്ല സാധനം പറയണോ? എന്തേ? റൗണ്ട് 1 നിനക്ക് തോന്നിയ ബെസ്റ്റ് ടീം, ബെസ്റ്റ് പ്ലെയർ, വേഴ്സ്റ്റ് ടീം, വേഴ്സ്റ്റ് പ്ലെയർ തുടക്കത്തിൽ തന്നെ പറയണോ? ഓരോരു മാച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ പോരെ അത്? അങ്ങനെ ഓടിയ നിങ്ങളൊന്ന് എൻഗേജ്ഡ് ആയിട്ട് നിൽക്കുക. അപ്പോ ഗ്രൂപ്പ് എ ആതിഥേയരായ മെക്സിക്കോ, കൊറിയ, ചെക്ക്, സൗത്ത് ആഫ്രിക്ക. ഫസ്റ്റ് മാച്ചിൽ തന്നെ മെക്സിക്കോ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ 2 ഗോൾ അടിച്ച് അവർ വിജയം നേടി. നമ്മൾ വിചാരിച്ചത് 2010 ശബലാൽ അടിച്ച പോലെ സൗത്ത് ആഫ്രിക്കയുടെ തിരിച്ചു വരവായിരുന്നു. പക്ഷേ മെക്സിക്കോ ഈ പറഞ്ഞ പോലെ സ്വന്തം മണ്ണിൽ ഞങ്ങളെ തോൽപ്പിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു സാധനമാണ്. മെക്സിക്കോ ക്വാളിഫൈ ആയിട്ടുണ്ട്. സൗത്ത് കൊറിയ മെക്സിക്കോ കളിയായിരുന്നു. പക്ഷെ ഈ ഗ്രൂപ്പിൽ ആര് കയറുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗത്ത് കൊറിയക്ക് ചാൻസസ് കൂടുതൽ. കാരണം അവർക്ക് സൗത്ത് ആഫ്രിക്കയുടെ ഒരു മാച്ച് ഉണ്ട്. സൗത്ത് ആഫ്രിക്ക പക്ഷെങ്കിൽ ആ പറഞ്ഞ ഇതില്ല, വലിയ ടീമാണെന്ന് പറയാൻ പറ്റില്ല. കൊറിയനെ സംബന്ധിച്ചിടത്തോളം ഈസി ചാൻസ് ആണ് കൊറിയക്കുള്ളത്. എന്തായാലും കയറി. അപ്പോൾ മോസ്റ്റ്ലി ആ ഗ്രൂപ്പിൽ എന്ന് പറഞ്ഞാൽ 2 പേര് മെക്സിക്കോയും ഈ പറഞ്ഞ സൗത്ത് കൊറിയ ആയിരിക്കും. ചെക്ക് കയറി വരില്ല എന്നുള്ളത് കണ്ടറിയണം, സാധ്യത കുറവാണ്. ഗ്രൂപ്പ് ബി കാനഡ, സ്വിറ്റ്സർലാൻഡ്, ബോസ്നിയ, ഖത്തർ. ഇത് പറയാനുള്ളത് ഖത്തറിന്റെ മണമുള്ള ഖത്തർ 2022 ഗ്രൂപ്പിൽ പോയി, 2026 ഗ്രൂപ്പിൽ പോയി. മറ്റേ ചെറിയ രാജ്യത്തോട് അവര് വേൾഡ് കപ്പ് കളിക്കുന്നുണ്ടല്ലോ, അതെന്റെ ഒരു വലിയ കാര്യം. പിന്നെ ഈ പറഞ്ഞ പോലെ സ്വിറ്റ്സർലാൻഡായിട്ട് അവർക്ക് ഒരു ഡ്രോ ഉണ്ട്. വേൾഡ് കപ്പ് എടുത്ത് നോക്കുമ്പോഴത്തേക്കും ഭയങ്കര എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ടീമും അല്ല. സത്യം പറഞ്ഞ സ്ട്രൈക്കിംഗ് ആണ്. വലിയ രാജ്യം ഇന്ത്യ, ചൈന, ഇന്തോനേഷ്യ ഇവർക്കൊന്നും കയറാൻ പറ്റാണ്ടാണ് ഖത്തർ കയറി. സ്വിറ്റ്സർലാൻഡിനെ പോലുള്ള വലിയ ടീമിനെതിരെ ഒരു ഡ്രോ എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചൊരു വലിയ സംഭവം തന്നെ. വേൾഡ് കപ്പിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ലൊരു സീസൺ തന്നെ അവർക്ക് പറയാൻ പറ്റും. ആ ഗ്രൂപ്പിൽ ഇപ്പോൾ ആരും ക്വാളിഫൈ ആയിട്ടില്ല. സ്വിറ്റ്സർലാൻഡിന് 4 പോയിന്റ് ഉണ്ട്, കാനഡക്ക് 4 പോയിന്റ് ഉണ്ട്, ബോസ്നിയക്ക് 1 പോയിന്റ് ഉണ്ട്, ഖത്തറിനും 1 പോയിന്റ് ഉണ്ട്. ഖത്തറും ഔട്ടായിട്ടില്ല. സോ ടെസ്റ്റ് നടക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ബോസ്നിയ ഖത്തർ മാച്ചിൽ ഇവർ ഏതെങ്കിലും ഒരു ടീം ജയിച്ചു കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും 4 പോയിന്റ് ആവും. കാനഡയും സ്വിറ്റ്സർലാൻഡും നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ അവർക്ക് ഡ്രോ മതി 2 പേർക്കും കയറാനായിട്ട്. 2 പേർക്ക് കയറണമെങ്കിൽ ഡ്രോ വേണം. ഒരാൾ ജയിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരുടെ തലവേദന. ഖത്തറിന്റെ പണിയാണ്. കാരണം പോസിബിൾ അല്ല. ഈ സ്വിറ്റ്സർലാൻഡും കാനഡയും തന്നെ കയറാൻ ചാൻസ് കൂടുതൽ. ഓക്കെ, അപ്പൊ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പൊ വേൾഡ് കപ്പ് ഹോസ്റ്റിംഗ് 2ാമത്തെ നേഷനും വരും. കാനഡയും വന്ന്, മെക്സിക്കോ വന്ന്, അമേരിക്ക വന്ന് ഓൾറെഡി വന്നു കഴിഞ്ഞു. ബാക്കി പറയാൻ 3 നേഷൻ ക്വാളിഫൈ ആയി. അപ്പോ അടുത്തത് ഗ്രൂപ്പ് സി ആണ്. അത്യാവശ്യം കലക്കിംഗ് ഗ്രൂപ്പ്. ഞാൻ ആദ്യമേ പറഞ്ഞൊരു ഗ്രൂപ്പാണ്. ബ്രസീല്, മൊറോക്കോ, സ്കോട്ട്ലൻഡ്, ഹൈറ്റി. ബ്രസീലിനെ മൊറോക്കോടെ കളിക്ക് എനിക്ക് ഒരു കാര്യം ഉറപ്പായിരുന്നു. കളിക്ക് മുന്നേ മൊറോക്കോ തോക്കൂലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. എനിക്ക് ബ്രസീല് തോക്കൂലെന്ന് ഉറപ്പായിരുന്നു. ഉറപ്പോട്ടും ഉണ്ടായില്ല. ഞാൻ സത്യം പറഞ്ഞാൽ മൊറോക്കോ അടിക്കും. കാരണം കളി തുടങ്ങി ഫസ്റ്റ് ഒരു 20-25 മിനിറ്റ് മൊറോക്കോ കളിച്ച കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1 ടച്ച് ബോളും ആ ഒരു ഹൈ പ്രഷർ ആയിട്ടുള്ള ഒരു ഫാസ്റ്റ് പേസ്ഡ് കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രസീലിനെ ചെയ്യണമെന്ന് അറിയാൻ പറ്റുന്ന അവസ്ഥയിൽ അല്ല. പക്ഷേ മൊറോക്കോനെ നമുക്ക് ഇനി ഒരിക്കലും ഒരു ചെറിയ ടീമായിട്ട് കണക്കാക്കാൻ പറ്റില്ല. കാരണം അവരൊരു വേൾഡ് സ്റ്റേജിൽ അവര് 2022 എന്നുള്ളതല്ല, അവര് തന്നെ അവിടെ നിലനിൽക്കാൻ തന്നെയുള്ള കളിയാണെന്നുള്ളതാണ്. എത്രയോ അല്ല, ഒരു രക്ഷയില്ല. നമുക്കിനി അതൊരു ചെറിയ ടീമാണ്. അല്ലെ ബ്രസീലിനെ നമ്മൾ കുറ്റപ്പെടുത്തി പറയാനൊന്നും പറ്റൂല. മൊറോക്കോ നല്ല കളി കളിച്ചത്, ബ്രസീൽ അതിൽ നല്ല കളി കളിച്ചില്ല എന്നല്ല. പക്ഷെ ബ്രസീലിന്റെ സ്റ്റാൻഡേർഡ് വെച്ചിട്ട് കുറച്ചും കൂടി നല്ല കളിയാണ് ആൾക്കാർ ഉദ്ദേശിച്ചത്. ബ്രസീലിന് അവിടെ കുറവ് വേറെ ഒന്നുമല്ല. നമ്മള് കളി തുടങ്ങണേക്കാളും മുമ്പേ പറഞ്ഞ കേസാണ് പ്രോപ്പർ പ്ലേയില്ല എന്നുള്ളത്. 2 കളിയും ഇന്നലെ ഇപ്പോൾ ഹൈബ്രിഡ് ജയിച്ചെങ്കിലും അവിടെ നല്ലൊരു ഘട്ടമുണ്ട്. നല്ല ടീമായിട്ട് കളി വന്നു കഴിഞ്ഞാൽ അതിന്റെ വലിയ പ്രശ്നവും സുൽത്താന്റെ കംബാക്കോടുകൂടി ആ വിടവ് നികത്താൻ പറ്റുമോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. പിന്നെ അടുത്ത ചോദ്യം റഫീന് ഇഞ്ചറിയായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ
ഒരാള് വരുന്നു ഒരാള് പോകുന്ന സ്കീമാണെങ്കിൽ റഫീനൊക്കെ ആണെങ്കിലും അങ്ങോട്ട് കത്തി നിൽക്കാൻ പറ്റിയിട്ടില്ല 2 കളിയിലാണെങ്കിലും. പക്ഷെ റഫീനിക്ക് ഇതുവരെ ബ്രസീലിന് വേണ്ടി ബാഴ്സലോണ കളിച്ച ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. വിനി ബ്രസീലിന് വേണ്ടി അത്യാവശ്യം കുഴപ്പമില്ല. വിനി ഇപ്പൊ റെഡ് ഹോട്ട് ഫോമാണ് ഈ പ്ലെയറിന്റെ സോഫാർ ഏറ്റവും നല്ല കളിക്കാരൻ തന്നെ പറയാം. അതെന്ന് വെച്ചാൽ ഇപ്പൊ ഫസ്റ്റ് കളി ഗോളുണ്ട്, ഈ കളി ഗോളുണ്ട്, ഈ കളി അസിസ്റ്റ്, എല്ലാ ബ്രസീലിന്റെ ഗോളിലും ഇൻവോൾവ്മെന്റിലും ഇവനുണ്ട്, വിനീഷ്യസ് ഉണ്ട്. ചില ഗ്രൂപ്പിൽ നിന്ന് ഇപ്പോ 3 ടീം കയറുന്ന ഒരു സംഭവം മിക്കവർക്ക് അറിയാത്തൊരു കേസാണ്. 42 ടീംസ് ആണ് ഈ വേൾഡ് കപ്പിൽ കളിക്കുന്ന എല്ലാവരും കണ്ടിട്ടുണ്ടാവും. പക്ഷെ ചില ഗ്രൂപ്പ്സിൽ നിന്ന് 3 ടീം ക്വാളിഫൈ ചെയ്യാം. അപ്പോ അങ്ങനെ ഒരു ഗ്രൂപ്പിൽ നിന്ന് 3 ടീം ക്വാളിഫൈ ചെയ്യാൻ ചാൻസ് ഉള്ളതാണ് ഗ്രൂപ്പ് സി. ബ്രസീലിന് 3 പോയിന്റ് ഉണ്ട്, 4 പോയിന്റ് ഉണ്ട്, മൊറോക്കോയ്ക്ക് 4 പോയിന്റ് ഉണ്ട്, സ്കോട്ട്ലാൻഡിന് 4 പോയിന്റ് ഉണ്ട്. സോ ഇവിടെ മൊറോക്കോ ഹൈറ്റി കളി എന്താ പറയാ സെറ്റ് ബാക്സും വലിയ ഷോക്കൊന്നും ഇല്ലെങ്കിൽ മൊറോക്കോനെ പാട്ടും പാടി ജയിക്കും. പക്ഷെ അവിടെ ബ്രസീലും സ്കോട്ട്ലാൻഡിന്റെ ഒരു നല്ല കളി തന്നെയായിരിക്കും. ടൈറ്റ് ആയിരിക്കും. ബ്രസീലിനെ സംബന്ധിച്ച് ചെയ്യാം മസ്റ്റാണ്. സ്വിറ്റ്സർലാൻഡിനെ സംബന്ധിച്ച് തോക്കാനും പാടില്ല. സ്വിറ്റ്സർലാൻഡ് അല്ല, സ്കോട്ട്ലാൻഡ് മാറിപ്പോയി. അപ്പോ ഒരു നല്ല മാച്ച് ആയിരിക്കും. ഞാൻ അവിടെ ഒരു ട്വിസ്റ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. നീ എപ്പോഴും ബ്രസീല് പുറത്താവും പറയണ. അല്ല, ഞാൻ ടൂർണമെന്റിന് മുമ്പ് നിനക്ക് ഓർമ്മയില്ല മൊറോക്കോ. കാരണം എനിക്ക് ഞാൻ വിലയിരുത്തില്ല. അങ്ങനെ ആൾക്കാർ എന്തൊക്കെ പറയല, എന്റെ ഒരുപാടൊന്നും സംഭവങ്ങൾ തെറ്റാറില്ല. പക്ഷെ സ്വന്തം കാര്യം വരുമ്പോ മാത്രം സ്വന്തം ടീമിനെ പൊക്കുമ്പോ പിന്നെ അത് നേരെ തിരിച്ചിട്ട് വരാറുള്ളൂ. റിലേഷൻഷിപ്പ് അഡ്വൈസിൽ കൂട്ടുകാരന് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാൻ പറ്റും. സ്വന്തം കാര്യം വരുമ്പോ നമുക്ക് അല്ല. പക്ഷേ എന്തായാലും ബ്രസീൽ ഗ്രൂപ്പ് സ്റ്റേജ് കടക്കും. ബ്രസീൽ എനിക്ക് ഇപ്രാവശ്യം വേറെ വണ്ടർ കടിച്ചിട്ട് ഫ്രണ്ടിലേക്ക് വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഗ്രൂപ്പ് സ്റ്റേജ് കടക്കുമെന്ന് എനിക്കറിയാം. പക്ഷെ റൗണ്ട് ഓഫ് 32 റൗണ്ട് ഓഫ് 16 ഒരു നല്ല ടീം വന്നാ ബ്രസീൽ എങ്ങനെ കളിക്കും എന്നുള്ളത്. പിന്നെ വില കുറച്ച് കാണാൻ പറ്റാത്തൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീമല്ല, ഇൻഡിവിജ്വൽ പ്ലേയേഴ്സ്. ആൻസിലോട്ടി ഇൻഡിവിജ്വൽ ബ്രില്യൻസും ബ്രസീലിന് ഭയങ്കര അഡ്വാൻറ്റേജ് ആണ്. ഈ പറഞ്ഞ വിനീഷ്യസ് ആണെങ്കിൽ, ഇന്നാണെങ്കിൽ മാത്യൂസ് ക്യൂനെ ആണെങ്കിൽ, ഇപ്പൊ നെയ്മർ തിരിച്ചു തന്നെയാണെങ്കിലും ഇൻഡിവിജ്വൽ പ്ലേയേഴ്സ് ഉണ്ട്, മാച്ച് വിന്നേഴ്സ് ആ ടീമിലുണ്ട്. നെയ്മറിന്റെ സ്കില്ലിനെ ഞാൻ ചോദ്യം ചെയ്യണില്ല. പക്ഷെ ഒരു കോമ്പറ്റീറ്റീവ് ലെവലിൽ നെയ്മർ കളിച്ചിട്ട് എത്ര നാൾ എനിക്ക് തോന്നുന്നു ഒരു പേസിന്റെ ഒപ്പം അഡാപ്റ്റ് ആവാൻ പറ്റും. നെയ്മർ നമ്മൾ ഇപ്പോ സിമ്പിൾ ആയിട്ട് ഒറ്റയ്ക്ക് ഉദാഹരണം എടുത്ത് പറഞ്ഞത് പണ്ടുണ്ടായ ക്രിസ്ത്യാനോ റൊണാൾഡോ ക്രിസ്ത്യാനോ എപ്പോഴും കളിക്കുന്നുണ്ട്, റെഗുലർ ആയിട്ട് കളിക്കുന്നുണ്ട്. എന്നിട്ട് പോലും ആൾക്കാർക്ക് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട് ക്രിസ്ത്യാനോ കൊടുക്കുന്നത്. അത് വരുന്നതുകൊണ്ടാണ് ഇത്രയും ക്രിറ്റിസിസം സംഭവം തന്നെ. നെയ്മറിന്ന് പീക്ക് ലെവലായിട്ടാണ് നിൽക്കണം. നെയ്മർ സാധനം കാണിച്ചില്ലെങ്കിൽ ക്രിസ്ത്യാനോന് കിട്ടിയ ഡബിൾ അല്ല, അതിന്റെ 10 ടൈംസ് ആയിട്ടായിരിക്കും നെയ്മറിനെ കിട്ടാൻ പോണം. ഇല്ലാന്ന് പറയാൻ പറ്റുമോ? ഇല്ല, അത് ശരിയാ. പക്ഷേ നീ പറഞ്ഞ പോലെ അവിടെയാണ് ഈ കോച്ചിന്റെ ഒരു ബ്രില്യൻസ് അവിടെ ആൻസിലോട്ടി പുറത്ത് കാണിക്കുന്ന തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ. നോക്കാം. കാരണം ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഗ്രൂപ്പാണ്. അത് മാച്ചസും എല്ലാം ഇൻട്രസ്റ്റിംഗ് ആവാൻ ചാൻസ് ഉള്ള ഒരു ഗ്രൂപ്പും കൂടിയാണ്. ഈ ഗ്രൂപ്പ് ഡിയിലോട്ട് പോവാ. ട്രംപിന്റെ യുഎസ് അത് താത്തിക്കെട്ടാൻ പറഞ്ഞായിരുന്നു. പക്ഷേ അത് മാത്രമായിട്ട് കീറണ്ടെന്ന് പറഞ്ഞോണ്ട് വെച്ച് അമേരിക്കനെ നമ്മ വില കുറച്ചാണ് കണ്ടത്. കാരണം ഇതിന് മുമ്പുള്ള വേൾഡ് കപ്പിലൊക്കെ ചണ്ണ പെർഫോമൻസ് ആയിരുന്നു അമേരിക്കയുടെ. സ്വന്തം നാട്ടുകാരുടെ മുമ്പിൽ സീനാണ്. സ്വന്തം നാട്ടിലല്ല, അത് പോച്ചിട്ടീനോ ടൈം എടുത്ത് സമയം എടുത്ത് പണിഞ്ഞ ടീമിനെ സെറ്റ് ആക്കി എടുത്തിട്ടുള്ള കളി കണ്ടാറില്ല. പോച്ചിറ്റീനോ പറയുകയും ചെയ്തില്ല, അർജന്റീനക്കാരനാണ് ഞാൻ, പക്ഷേ ഞാൻ മറ്റേ അമേരിക്കയ്ക്ക് വേണ്ടി ചാവാൻ റെഡിയാണ്, ഈ ടീമിന് വേണ്ടി എന്തും ചെയ്യാൻ റെഡിയാണെന്നുള്ള രീതിയിൽ പണിയെടുത്ത് പിള്ളേരെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ടെന്നുള്ളതിന്റെ യഥാർത്ഥ തെളിവ് ഉത്തരവും റിസൾട്ട് കാണാനും ഉണ്ട്, ഗ്രൗണ്ടിൽ കാണാനുണ്ട്. അതുകൊണ്ട് തന്നെ അമേരിക്ക ഈസ് എ ടീം ടു വാച്ച് ഔട്ട്. കാരണം അപ്പുറത്തെ ഏത് ടീം വന്നാലും അമേരിക്കയായിട്ടുള്ള ഒരു കളി അത് പണിയാവാൻ സാധ്യതയുണ്ട്. സർപ്രൈസ് പാക്കേജ് ആയിട്ട് ഇപ്പൊ മാറിയിട്ടുണ്ട് ഇപ്പത്തെ കളി വെച്ച് നോക്കുമ്പോ അമേരിക്ക. ഇതില് ഈ ഗ്രൂപ്പിൽ സത്യം പറഞ്ഞ ഗ്രൂപ്പ് തുടങ്ങിയേക്കാൾ മുമ്പ് ഞാൻ വിചാരിച്ചത് ക്വാളിഫൈ ആവുമ്പോൾ ഫസ്റ്റ് ആയിട്ട് ക്വാളിഫൈ ആവുന്ന ടീം ഏതാ തുർക്കി ആവുന്ന വിചാരിച്ചത്. തുർക്കി പുറത്തായി. ഈ ഗ്രൂപ്പില് 4 ടൈറ്റ് ടീമുകളായിരുന്നു, USA, ഓസ്ട്രേലിയ, പാരഗ്വേ, തുർക്കി. പക്ഷെ ഉള്ളിൽ ഏറ്റവും സ്കോഡ് വാല്യൂ ഈ പറഞ്ഞതുപോലെ ബെസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ടീം തുർക്കി ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു. കാരണം ഗൂഗിളർ ആയിക്കോട്ടെ, യിൽഡിസ് ആയിക്കോട്ടെ, കുറെ പ്ലേയേഴ്സ് ഉണ്ട്. പക്ഷെ 62 ഷോട്ട്സ് 0 ടാർഗറ്റ് വേണം. ഗൂളർ മറ്റേ ഇതന്നെ ആയിരിക്കും അല്ലേ, ഹാഫിന്ന് അടിച്ച് ലോങ് ഷോട്ട് തന്നെ ആയിരിക്കും അടിക്കാൻ നോക്കേണ്ടവർ. എലിമിനേറ്റഡ്. പിന്നെ കൂടുതലൊന്നും പറയാനില്ല. ഡിസപ്പോയിന്റ്മെന്റ്. ഇനി അടുത്തത് ആര് കയറുന്നതാണ് കണ്ടറിയേണ്ടത്. ഓസ്ട്രേലിയ കയറോ പാരഗ്വേ കയറോ? അത് മോസ്റ്റ്ലി ഓസ്ട്രേലിയ ആവാൻ സാധ്യത. കട്ടക തന്നെയാണ് അത്. പാരഗ്വേനെ ഓസ്ട്രേലിയ അടിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. സാധ്യത ഉണ്ട്, പക്ഷെ പാരഗ്വേ നമുക്ക് എഴുതി തള്ളാൻ പറ്റൂല. അവിടെയാണ് പ്രശ്നം. അടുത്ത കളി അല്ല, അടുത്ത ഗ്രൂപ്പ് E ആണ്.
ജർമ്മനി, എക്വഡോർ, കുർസാവോ, ഐവറി കോസ്റ്റ്. ഈ ജർമ്മനിയുടെ കേസ് എടുത്താൽ ഞാൻ ഈ ടൂർണമെന്റിൽ ഫ്ലോപ്പ് ആവും എന്ന് പറഞ്ഞ ടീമാണ് ജർമ്മനി. ഫസ്റ്റ് കളി കുർസാവോ ഏറ്റവും ചെറിയ നേഷനാണ്, ഫസ്റ്റ് വേൾഡ് കപ്പ് ആണ്. ആ ഒന്നാമത്തെ ഗോൾ അടിച്ചിട്ട് ഡ്രോ ആയതിനു ശേഷം കോച്ച് കരയണേരുന്നു, അത്രയ്ക്ക് ഇമോഷണൽ ആയ അവര്. അപ്പോ സംഭവം കുർസാവോന 7 എണ്ണം കൊടുത്ത് പഠിച്ചത് കുറെ പേർക്ക് കൊണ്ടത്. പക്ഷെ ഈ കൊല്ലം കളിക്കണ എന്താ കുറസാവനേലും കൂടുതൽ കൊണ്ടേക്കണത് ബാക്കിയുള്ളവർക്ക് മഞ്ഞ ജേഴ്സിട്ട് കളിക്കണ വേറെ പേരൊക്കെയാണ്. സംഭവം 7 എണ്ണം അടിച്ച് ജർമ്മനി നല്ല കളിയൊക്കെ കളിച്ചത്. പക്ഷെ കുറച്ചാവുന്നുള്ളൊരു ടീമിനെതിരെ കളിച്ച് വെച്ച് ഒരിക്കലും വിലയിരുത്തൂല ഞാൻ. ഇന്നിപ്പോ ഐവറി കോസ്റ്റ് ആയിട്ട് കളിയുണ്ട്. ഐവറി കോസ്റ്റ് കലക്കൻ ടീമാ, അത്യാവശ്യം അടിപൊളി കളിയായിരിക്കും. ഇന്ന് നമുക്ക് വിലയിരുത്താൻ പറ്റും ജർമ്മനി എന്താണ് ഏതാണ്, ഐവറി കോസ്റ്റ് എന്താണ് ഏതാണ്. എനിക്ക് ജർമ്മനി ഒരു കംബാക്ക് സ്റ്റേജിലൂടെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ പറഞ്ഞ പോലെ അവർക്ക് ഒരു നല്ലൊരു വേൾഡ് കപ്പ് റൺ കിട്ടിയിട്ട് കുറച്ച് കാലങ്ങളായി ഇല്ല. അപ്പോ 2022 മോശമായിരുന്നു, 2026 മോശമാവെന്ന് വിചാരിച്ച് അവിടെ ഫസ്റ്റ് കളി തന്നെ ഇപ്പൊ സൗരപ്പടിച്ച് എല്ലാവരും ഒരു ടീം ഒരു ബൂസ്റ്റ് ആയിട്ട് ഇരിക്കുകയാണ്. പീക്കായിട്ട് നിൽക്കുന്ന സമയം നമ്മൾ വിചാരിക്കും ഇനി പോകുന്നു. പക്ഷെ ഫസ്റ്റ് കളി ഈ പറഞ്ഞ പോലെ മൂഞ്ചിലായിരിക്കും, പിന്നെ കംബാക്ക് നടക്കുന്നത്. ഫസ്റ്റ് കളി അടിപൊളിയായിട്ട് കളിച്ചോണ്ടായിരിക്കും പിന്നെ മൂഞ്ചണം. അല്ല അതങ്ങനെ പറയേണ്ട വരും, അത് നിന്റെ ഗ്രൂപ്പ് എത്തുമ്പത്തേനും പറയേണ്ട വരും. അതുകൊണ്ട് നീ ഇപ്പൊ മുൻകൂർ ജാമ്യം എടുത്ത് പറയേണ്ട പോലെയാണ്. അല്ല ഇതിലിപ്പോ ജർമ്മനി എന്തായാലും ഗ്രൂപ്പ് സ്റ്റേജ് കിടക്കും. ജർമ്മനിയുടെ കളി വിലയിരുത്താനായിട്ടില്ല. ഈ പറഞ്ഞ പോലെ ഒരു ചെറിയ ടീമായിരുന്നു. അടുത്ത കളികൾ വരുമ്പോഴാണ് ജർമ്മനി എവിടം വരെ എത്തും എന്നുള്ളത് മനസ്സിലാവും. 3 പേര് കയറി പോകാൻ ചാൻസ് ഉണ്ട്. കാരണം കുർസാവ് ഒരു കളി പോലും ജയിക്കണേ ഞാൻ കാണുന്നില്ല. എക്വഡോർ ആണെങ്കിലും ഐവറി കോസ്റ്റ് ആണെങ്കിലും നീ കുർസാവിന് അടിക്കാൻ ചാൻസ് ഉള്ളൂ. ഐവറി കോസ്റ്റ് ജർമ്മനിയും എന്തായാലും ക്വാളിഫൈ ആവും. പിന്നെ എക്വഡോർ അടുത്ത ഗ്രൂപ്പ് കലക്കൻ ഗ്രൂപ്പാണ്. സ്വീഡൻ, ജപ്പാൻ, നെതർലാൻഡ്, തുനീഷ്യ. ഈ സ്വീഡന്റെ സംഭവം എന്താണെന്നറിയോ? അവര് ക്വാളിഫയിങ്ങില് ലാസ്റ്റ് ആയിരുന്നു, യൂറോപ്യൻ ക്വാളിഫയിങ്ങില്. എന്നിട്ട് അവര് കയറി നേഷൻസ് ലീഗിന്റെ ഇതില്. അത്രക്കും ഷോക്കായിട്ടാ കളിച്ചത്, അത്രക്കും ഷോക്കായിട്ട് നിന്നിട്ടും ഭാഗ്യം എന്നൊക്കെ പറഞ്ഞാലേ സംഭവം കയറി വന്ന് ഫസ്റ്റ് കളി തുനീഷ്യനെ പൊട്ടിച്ച്. അത് എത്ര ഗോൾ അടിച്ച്? ഇസാക്ക് 2 ഗോൾ അടിച്ച്, ഗൈക്രസ് എന്തോ 2 ഗോൾ അടിച്ചു തോന്നുന്നു. ഇന്ന് നെതർലാൻഡ് ആയിട്ട് കളിയുണ്ട്. നെതർലാൻഡ് ഭയങ്കര സർപ്രൈസിങ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് നെതർലാൻഡ് ഫസ്റ്റ് കളി ഡ്രോ അടിച്ചത്. അത് സത്യം പറഞ്ഞാൽ ആൾക്കോമെന്റെ മണ്ടത്തരമെന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഒന്നേ കുറിച്ച് നിൽക്കണ സമയം ഗോൾ അടിച്ച പ്ലെയറും അത്യാവശ്യം ഫോമായിട്ട് നിൽക്കണ 3 കളിക്കാർ ഇയാളുണ്ട് വലിച്ച്, എന്നിട്ട് വേറെ 3 കളിക്കാരിട്ട് അവിടെ തന്നെ പോയി. ജപ്പാനെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും പറയുന്ന കേസാണ്, വേൾഡ് കപ്പ് ആണോ ജപ്പാനെ മാത്രം നിങ്ങൾ പുച്ഛിച്ച് കാണാൻ നിൽക്കരുത്. ജപ്പാൻ ഒരു ചെറിയ ടീമല്ല, വലിയ ടീമുകളുടെ ഏറ്റവും വലിയ തലവേദനയാണ് ജപ്പാൻ. ഏത് വലിയ ടീമിനെയും അടിക്കാൻ പറ്റിയൊരു ടീം ഉണ്ടെങ്കിൽ അത് ജപ്പാനായിരിക്കും. അവര് മറ്റേ ആനിമേല് കാർട്ടൂൺ കാണുമല്ലോ, മറ്റേ പവർ വന്ന് കളിക്കണത്. അതെങ്ങനെയാണ് ലാസ്റ്റ് മൂമെന്റിലാണെങ്കിലും ഒരു ഷോക്കർ കൊടുക്കാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ടീമാണ് ജപ്പാൻ. ഇന്നിപ്പോ സ്വീഡൻ നെതർലാൻഡും കളി, ആ കളി എനിക്ക് തോന്നുന്നു നെതർലാൻഡ് ജയിക്കുമെന്ന്. പക്ഷേ നെതർലാൻഡ് ജയിച്ചാലാണ് നെതർലാൻഡിന് ഒരു ഈസി വേ ആവുള്ളൂ മറ്റേ റൗണ്ട് കടക്കാൻ. പിന്നുള്ളത് ജപ്പാനും ജപ്പാൻ ജയിക്കും. ജപ്പാൻ എന്തായാലും എനിക്ക് തോന്നുന്നത് ഏതെങ്കിലും ഒരു വലിയ ടീമിനെ ആയിട്ട് വീഴാൻ ചാൻസ് ഉള്ളൂ. അതിന് മുന്നേ ഏതെങ്കിലും ഒരു വലിയ ടീമിനെ അതന്നെ പറഞ്ഞ ആ വലിയ ടീമായിട്ട് ജയിക്കും, പിന്നെ ഒരു ടീമായിട്ട് പോകും. എന്തായാലും കപ്പടിക്കും എന്ന് പറയൂല, പക്ഷെ ഒരു വലിയ ടീമിന് എന്തായാലും ഒരു ഷോക്കർ ജർമ്മനി കൊടുത്തിരിക്കും, പക്ഷേ ജപ്പാൻ കൊടുത്തിരിക്കും. അടുത്ത ഗ്രൂപ്പ് ജി ആണ്. ന്യൂസിലാൻഡ്, ഇറാൻ, ബെൽജിയം, ഈജിപ്ത്. എല്ലാവരും ഒന്നേ. ഈ ഗ്രൂപ്പാണ് തോക്കാൻ മനസ്സില്ലാത്ത ഗ്രൂപ്പ്. ഈജിപ്തും ബെൽജിയം എന്താ കളി! ഈജിപ്ത് ജയിക്കേണ്ട കളിയായിട്ട് എനിക്ക് തോന്നി. കാരണം അടിപൊളി അറ്റാക്കായിരുന്നു ഈജിപ്റ്റ് അടിപൊളിയായിട്ട് കളികളുണ്ട്. ഈ വേൾഡ് കപ്പിൽ ഞാൻ നോക്കിയിട്ട് ആഫ്രിക്കൻ ടീംസ് എല്ലാം വൻ കോമ്പറ്റീറ്റീവ് ആയിട്ട് നല്ല കളിയാണ്. അല്ല ചെറിയ ടീം ഈ ഞാനിപ്പോ ആദ്യമായിട്ട് സംസാരിച്ചപ്പോൾ ഇതാണ് പറഞ്ഞത്, ഈ ടീമിൽ ഷോഗോട്ട് കളിക്കുന്ന ടീം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ അങ്ങനെ ഒരു ടീം പറയാനില്ല. അല്ല അതിന്റെ അല്ല എന്നാലും എന്ന് വെച്ചാൽ ഒരു മിനിമം സ്റ്റാൻഡേർഡ് ചെറിയ ടീമിൽ നിന്ന് നമ്മൾ വിചാരിക്കണം ഹൈ സ്റ്റാൻഡേർഡാണ് അവർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എല്ലാവരും പറഞ്ഞൊരു മാച്ച് എന്ന് പറഞ്ഞാൽ ക്വാർട്ടറിൽ അർജന്റീനയും പോർച്ചുഗലും വരാൻ സാധ്യത ഉണ്ടെന്നാണ്. ഞാൻ അതിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണുന്ന ഒരു മാച്ച് ഉണ്ട്, ഇറാനും അമേരിക്കയും. അല്ല ഇപ്പൊ സമാധാനം മറ്റേ പീസ് അഗ്രിമെന്റ് ഒക്കെ സൈൻ ചെയ്ത് പിന്നാക്കാണെങ്കിലും ഇറാനും അമേരിക്കയും കളി വന്നു കഴിഞ്ഞാൽ അത് കത്തും. തമ്പ് വേറൊന്നും പറയൂല, നിങ്ങൾക്ക് എന്ത് വേണോ ഞാൻ തരാന്ന് പറയും. ഇറാന്റെ അവിടെ
നിങ്ങൾ ജയിച്ചില്ലെങ്കിൽ തിരിച്ചു വരാൻ നിൽക്കണ്ടെന്നുള്ളതായിരിക്കും ജീവൻ മരണം അത് ശരിക്കും ജീവൻ മരണ പോരാട്ടം ഒരിക്കും പ്ലേയേഴ്സിന് ഉറപ്പാണ്. എങ്ങനെയെങ്കിലും ആ ഒരു മാച്ച് കാണണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. ഈ ഗ്രൂപ്പിൽ മോസ്റ്റ്ലി ചാൻസസ് എന്റെ ഒരു ഇതിൽ വെച്ച് ബെൽജിയം ഈജിപ്തും കയറാനായിരിക്കും. എല്ലാവർക്കും ഒരു പോയിന്റ് ഇപ്പൊ തന്നെ പ്രഡിക്ട് ചെയ്യാന്ന് വെച്ചാല് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. കാരണം ബെൽജിയത്തിന് എനിക്കിപ്പോ ഈ പറഞ്ഞ പോലെ ഒരു വലിയ സൂപ്പർ ടീമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഓ ഓഫ് കോഴ്സ് അത് പിന്നെ മൊറോക്കോ ഇപ്പൊ ഏത് ടീമിനെ എടുത്ത് നോക്കിയാലും ഒരു അതാ പറഞ്ഞ ആ പണ്ടത്തെ മറ്റൊരു 2014-18 ഗോൾഡൻ ജനറേഷൻ തീർന്നു. എല്ലാടാ ഇത്രയും കളിക്കാരുണ്ടായിട്ടും അവരിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കളി അവര് ഇതുവരെ കാഴ്ചവെച്ചിട്ടില്ല. അല്ലെ കാഴ്ചവെക്കുമെന്ന് കാത്തിരുന്ന് കാണാം. നിനക്ക് അമേരിക്ക ഇറാന്റെയും കളി കാണണം എന്നുള്ളതാണ്. നോക്കാം നമുക്ക്. ഇതേപോലെ തന്നെയാണ് അവസ്ഥ. ഗ്രൂപ്പ് വെച്ച് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഇരിക്കുള്ളൂ. സൗദി, സ്പെയിൻ, കേസ് ആരും പ്രതീക്ഷിക്കാത്ത സാധനം. ഇതേപോലെ പണ്ടൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇറ്റലി, ഇംഗ്ലണ്ട്, കോസ്റ്ററിക്ക, വേറൊരു ടീമും കൂടി ഉണ്ടായിരുന്നു. മരണ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഉറുഗാണെന്ന് തോന്നുന്നു. മരണ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഗ്രൂപ്പായിരുന്നു. ഗ്രൂപ്പിൽ നിന്ന് ആരാ ക്വാളിഫൈ ഫസ്റ്റ് ആയെന്നറിയോ? ചെറിയ ടീമായിരിക്കും. അല്ല അത് ചാൻസ് ഇതിൽ കാണാനുണ്ട് ഈ ഗ്രൂപ്പില്. ഫസ്റ്റ് കളി വെച്ച് അടുത്തത് അവരായിട്ട് ആര് കളിക്കാൻ പോയാലും അവര് ചെറുതായിട്ട് കാണൂല. അവര് ഡിഫൻസ് എല്ലാരും വിചാരിക്കും മറ്റേ ട്രാഫിക് മറ്റേ പാർക്ക് ബസ് എന്നുള്ള രീതിയിൽ ഡിഫൻസ് കളിച്ചത്. ഒരിക്കലും അല്ല. ആ കളി കണ്ടവർക്കറിയാം അവരുടെ ട്രാൻസിഷൻ, ആ ബോൾ പാസിങ്, ആ മൂവ്മെന്റ്സ് പ്ലേയേഴ്സിന്റെ. Cape Verde is a team to watch out for this in World Cup. 100%. അതിൽ നമ്മള് എടുത്തു പറയേണ്ടത് ഒരു ഗോൾ കീപ്പർ. എന്താ സാധനം, എന്തൊരു ക്ലീനിങ്ങിന്റെ പരിപാടിയുള്ള ആളായിരുന്നു എന്ന് പറഞ്ഞത്. 40-ാം വയസ്സിൽ തന്റെ രാജ്യത്തിന് സ്പെയിൻ എന്ന ഈ വേൾഡ് കപ്പ് ജയിക്കുമെന്ന് ഒരു 50% ആൾക്കാർ ചോദിച്ചു കഴിഞ്ഞാലും പറയുന്ന ടീമാണ്. ഏറ്റവും കൂടുതൽ സാധ്യതാ പട്ടികയുള്ള ടീമിൽ 3 ടീമുകളിൽ ഒരു ടീമാണ് സ്പെയിൻ. ആ ടീമിനെ ഈ ചെറിയ ടീം ഇങ്ങനെ പിടിച്ച് കുലിക്കുകയെങ്കിൽ ചെറിയ നാണക്കേടും മാനക്കേടും ഉണ്ടാക്കിയേക്കാം. 100%. ഈ സ്പെയിനിന്റെ അടുത്ത് ഇപ്പൊ പറഞ്ഞു കൊടുക്കേണ്ടത് എന്താന്ന് വെച്ചാൽ 80% പൊസിഷൻ, 90% ആക്യുറസി, 98% ആക്യുറസി എന്നുള്ളതല്ല കളി. ഗോൾ അടിച്ചാലേ ജയിക്കാൻ പറ്റും. എന്നൊക്കെ പറയാൻ എനിക്ക് യമാലിനെ ഇഷ്ടമല്ല. പക്ഷെ എന്നാ പോലും യമാല് വന്നൊരു ഇമ്പാക്ട് ഉണ്ടാവും, ഒരു വ്യത്യാസം ഉണ്ടാവും ഞാൻ വിചാരിച്ചു. യമാലിനെ കൊണ്ടൊന്നും പറ്റിയില്ല. അല്ലേ പക്ഷെങ്കിൽ ആ കളിയില്ലേ ശരിക്കും ഫെറാൻ ടോറസ് ആണ് തെളിയിച്ച്. കാരണം ഈ ഫെറാൻ ടോറസ് തന്നെ ആയിരിക്കും 3 ഷോട്ട് അടിച്ചു കഴിഞ്ഞാൽ 3 ഗോൾ അടിക്കാൻ പോണത്. പക്ഷെ ഒരിക്കലും കൺസിസ്റ്റന്റ് അല്ല. എത്ര ചാൻസ് കുറച്ച് കളിക്കാറുണ്ട്. അൺബിലീവബിൾ അടിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഈ എഴുതി തള്ളാൻ പറ്റില്ല ഈ ഫെറാൻ ടോറസിന്. നമ്മൾ ഇത്രയും പുച്ഛിച്ച് ഇപ്പൊ കുറെ പുച്ഛിക്കാനും കുറെ ഉണ്ട് പറയാൻ. പക്ഷെ അടുത്ത കളി വേണമെങ്കിലേ ഒരു ആംഗിൾ ഇല്ലാത്തടത്തു നിന്നൊക്കെ ചിലപ്പോൾ അടിച്ച് ഗോൾ കയറ്റികളെ. സ്പെയിനിന്റെ പ്രശ്നം കോച്ച് ഭയങ്കര ഓവർ കോൺഫിഡന്റ് ആയിട്ട് അലമ്പ് ടാക്ടിക്കൽ ടീം ഇറക്കിയത്. ഗ്യാവിന് ലെഫ്റ്റ് വിങ്, ഫെറാൻഡോസിന്റെ റൈറ്റ് വിങ്, അത് ഒട്ടും റെഡി ആയില്ല. ആ കളി കണ്ടോ അല്ല നീക്കോ വില്യംസ് കളിച്ചിട്ടില്ല തോന്നുന്നില്ലേ? അതിന്റെ ഒരു നല്ലൊരു ഡ്രോബാക്ക് ഉണ്ട്. അല്ല കാരണം ഓട്ടക്കാരനല്ലേ യമാലും പറഞ്ഞ പോലെ സബ്ബായിട്ടാണ് വന്നത്. അതിന്റെയൊക്കെ പറഞ്ഞു നിക്കാം. പക്ഷെ കബോ വെർദെ എന്ന് പറഞ്ഞ ഒരു ചെറിയ രാജ്യത്തിനോട് തോക്കുമ്പോഴുള്ള കഥ അല്ല. ഡ്രോ എന്നുള്ള തോൽവി, അവർക്ക് ഈ ഡ്രോ എന്ന് വെച്ചാൽ തോൽവിയിൽ കുറച്ചൊന്നുമല്ല. കബോ വെർദെനെ സംബന്ധിച്ചിടത്തോളം ജയത്തെ കുറിച്ച് ഒന്നുമല്ല. അപ്പോ സ്പെയിൻ എന്തായാലും ഒരു മരണക്കളി വരാനുണ്ട്. ഇതേപോലെയൊക്കെ കളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ ഗ്രൂപ്പിൽ നിന്നേ പോയി കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞ്. 4 വേൾഡ് കപ്പ് അടിച്ചൊരു ടീമുണ്ട്, 2 ടീമുണ്ട് ആക്ച്വലി. എല്ലാവർക്കും അറിയാം. അതന്നെ മറ്റേ ടീം നമ്മൾ ആരും പറയാത്ത ടീമാണ്. ഉറുഗ്വേ സത്യം പറഞ്ഞാൽ മറ്റേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടം എന്ന് പറഞ്ഞില്ല, ആ കാലഘട്ടത്തിൽ അടിച്ച ടീമാണ്. അതുകൊണ്ടാണ് നമുക്ക് അറിയാനും പാടില്ലേ. മറ്റവര് 2002 ഒരെണ്ണം പിടിച്ചായിരുന്നു. ഒന്ന് കത്തിയുന്നത്. അതിനുശേഷം പ്ലേയേഴ്സ് ആണെങ്കിലും ഇപ്പോഴും ഇല്ലടാ പ്ലേയേഴ്സ്. വാൽവെർഡെ ആണെങ്കിലും എല്ലാരും ഇല്ലേ. പ്രതാപില്ല. ഇപ്പൊ സൗദിനെ പറയാൻ പറ്റില്ല. സൗദി തോക്കാൻ മനസ്സില്ലാത്ത ടീമാ. തോക്കാൻ മനസ്സിലാതെ മാത്രല്ല 2022 സൗദി അർജന്റീന അടിച്ചിട്ടപ്പോ അത്ര സെറ്റപ്പ് ടീമൊന്നുമല്ല. അവരുടെ ലീഗും അത്ര ഡെവലപ്ഡ് ആയിട്ടില്ല. പക്ഷെ ഈ 2022 വേൾഡ് കപ്പിന് ശേഷം സൗദി ലീഗ് നമ്മളെന്തോലും ഇപ്പോ കളിയാക്കിയാലും കുറ്റം പറയാനും നല്ല രീതിയിൽ ഡെവലപ്പ് ആയിട്ടുണ്ട്.
നല്ല രീതിയിൽ അവിടുത്തെ നല്ല പ്ലേയേഴ്സ് വന്നിട്ടുണ്ട്. കാരണം ഈ ഫോറിൻ പ്ലേയേഴ്സ് വന്നതും ടീമും കോമ്പറ്റീഷനും മൊത്തത്തിൽ ട്രെയിനിങ്ങും എല്ലാം മാറി. അവരൊരു പ്ലേയേഴ്സിന്റെ ഒരു മിനിമം സ്റ്റാൻഡേർഡ് മാറിയിട്ടുണ്ട്. സോ സൗദിയും സ്പെയിനും കളി കലക്കൻ കളിയായിരിക്കും. സ്പെയിനെ സംബന്ധിച്ച് ജയിച്ചേ പറ്റൂ. സൗദിനെ സംബന്ധിച്ച് രാജാവ് ചിലപ്പോ ആര് ഗോൾ അടിക്കണോ ആര് സേവ് ചെയ്യണോ നിങ്ങൾക്ക് പറയണ മണിമാലിക്ക ഞാൻ കിട്ടിത്തരാന്നായിരിക്കും പറയുന്നത്. ഈ ഐലൻഡ് നിന്റെ വക വേണേ സൗദി വേണേ നീ എടുത്തു പറഞ്ഞാൽ. സോ സൗദി ആൻഡ് സ്പെയിൻ ഈ ഗ്രൂപ്പ് എച്ച് തികച്ചും അൺപ്രഡിക്റ്റബിൾ ആയിരിക്കും ഞാൻ ഇപ്പൊ പ്രഡിക്റ്റ് ചെയ്യുന്നത്. അല്ല, കാരണം ഇപ്പത്തെ പോയിന്റ് നില വെച്ച് പറയാനെങ്കിലും അത് നമുക്ക് 100% പറയാം. എല്ലാവർക്കും ഒരു പോയിന്റ് അല്ലേ? എല്ലാവർക്കും ഒരു പോയിന്റ്. ആരും ജയിച്ചിട്ടില്ല, ആരും തോറ്റിട്ടില്ല. ഈ പറഞ്ഞ പോലെ അതുകൊണ്ട് തന്നെ ഈ ഗ്രൂപ്പ് അവസാനത്തൊക്കെ വെച്ചേക്കാം. ഇനിയിപ്പോ അടുത്ത ടൈപ്പ് ഗ്രൂപ്പിലോട്ട് വരാം. നോർവേ, ഫ്രാൻസ്, സെനഗൽ, ഇറാഖ്. ഓക്കെ, അല്ല ഇതിലിപ്പോ റിസൾട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. ജയിച്ച ടീമുകൾ വേറെ ആണെങ്കിലും പക്ഷെ തോറ്റ ടീം നമുക്ക് ഒരിക്കലും മോശമായിട്ട് കളിച്ചിട്ടുണ്ടെന്ന് പറയാൻ പറ്റൂല. സെനഗൽ ഫസ്റ്റ് ഹാഫിൽ അടിപൊളിയായിട്ടാണ് കളിച്ചത്. ഫസ്റ്റ് ഹാഫിൽ നല്ല രീതിയിൽ കളിച്ചു. പക്ഷെ സെക്കൻഡ് ഹാഫ് വന്നപ്പോ അവിടെ ഫ്രാൻസിന്റെ ആ ഒരു ബെഞ്ചിന്റെ സ്ട്രെങ്ത് എന്താ പറയാ, നമ്മുടെ ടീം എത്ര അലമ്പായിട്ട് കളിച്ചാലും ചില സ്റ്റാർസിന്റെ ഒറ്റ മൂവ്മെന്റ് ഒറ്റ സെക്കൻഡ് മതി കളി മാറാനായിട്ട്. അല്ല, അത് കാണിച്ച പ്ലെയറാണ് എംബാപ്പെ. എംബാപ്പയ്ക്ക് ഫസ്റ്റ് എനിക്ക് തോന്നുന്നു 15 മിനിറ്റിൽ 2 സൂപ്പർ ചാൻസ് കിട്ടിയത്, രണ്ടും കൊണ്ടുപോയി പുള്ളി കളഞ്ഞു. നേരെ മറിച്ച് അടിച്ച 2 ഗോൾ എങ്ങനത്തെ ഗോളാ, രണ്ടാമത്തെ ഗോൾ ഒന്നും പറയാനില്ല. എന്താ കാലത്ത് രണ്ടാമത്തെ ഗോൾ ഒന്നും പറയാനില്ല. പിന്നെ ഒലീസിയൻ ഞാനിപ്പോഴും എടുത്ത് പറയാണ്, ഫ്രാൻസിന്റെ മെയിൻ പ്ലെയർ ഈ സീസൺ എംബാപ്പെ ആയിരിക്കും ചെയ്യിപ്പിക്കണം. പക്ഷെ ഒലീസി ആയിരിക്കും നിർണായക ഘടകം. ഒലീസി ആയിരിക്കും ഉറപ്പായിട്ടും. ഡിംബലിലെ 3ാമത്തെ പ്ലെയർ ആയിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഡംബലിലേക്ക് അവന്റെ ആയിട്ടുള്ള ശൈലി പുറത്തെടുക്കാൻ പറ്റില്ല. കാരണം ഫ്രണ്ടില് എംബാപ്പയും സൈഡില് ഒലീസിയും ഉണ്ട്. ഡംബലിനെ കുറെ നാളായിട്ട് റൈറ്റ് വിങ് കളിക്കണില്ല. ഇവിടെ ഇപ്പോ ഡംബലിനെ റൈറ്റ് വിങ്ങിൽ ഇട്ടിട്ട് ഒലീസിനെ MF ആയിട്ടേക്കണം. അവിടെ ലെഫ്റ്റ് വിങ് ആണ് ഡിസേർവ് കളിക്കുന്നുണ്ട്. ഡംബലിനെ കളിപ്പിക്കണം എന്നുള്ള രീതിയിൽ ഇറക്കണമെന്നുണ്ടെങ്കിൽ എംബാപ്പയുടെ ലെഫ്റ്റ് വിങ് കൊണ്ടണം, ഡംബലിനെ നടുക്കിട്ടിട്ട് ഒലീസിനെ റൈറ്റ് വിങ് കൊണ്ടണം, എന്നിട്ട് MF അല്ല റാൻഷോക്കിനെ ഇടണം. അല്ലാണ്ട് ഈ ഒന്നാമത് ഫ്രാൻസിന് ചിലപ്പോ എന്റെ ഒരു പേടി അതാണ്, എനിക്കറിയില്ല, ചിലപ്പോ പണി കിട്ടുന്ന സാധ്യത കൂടിയുണ്ട്. കാരണം 4 ഫോർവേഡിന് വെച്ചാൽ ദേശംസ് എപ്പോഴും ഇറക്കണം. മിഡിൽ അപ്പോ അപ്പുറത്തുനിന്ന് ഒരു നല്ല അറ്റാക്കിംഗ് സ്ക്വാഡായിട്ട് വന്നു കഴിഞ്ഞാൽ മിഡിൽ പണി കിട്ടുന്ന ചാൻസ് ഉണ്ട്. നോർവേ ആയിട്ടുള്ള കളി പണിക്കളിയായിരിക്കും. അതില് ചിലപ്പോ മനസ്സിലാവും. കാരണം നോർവേ എന്തായാലും അറ്റാക്കിംഗ് ഫുട്ബോളേ കളിക്കുള്ളൂ. അതെങ്ങനെ ഇവർക്ക് പ്രതിരോധിക്കാൻ പറ്റും എന്നുള്ളത് കണ്ടറിയാം. നോർവേയും ഇറാഖും കളി, നോർവേ അവരുടെ ആദ്യത്തെ വേൾഡ് കപ്പ് തോന്നുന്നു. അത് ഏർലിംഗ് ഹാലൻഡും ഓയിഡ്ഗാർഡും സോർലോത്തും അങ്ങനെ പിള്ളേര് തൂക്കി. ഞങ്ങള് വെറുതെ വന്നതല്ല. എന്നാൽ ഞങ്ങള് ചെറിയ ടീമാണ്, ഞങ്ങൾ ആദ്യമായിട്ട് വരുന്നതെന്നുള്ള രീതിയിലൊന്നും അല്ല അവരുടെ കളി വന്നേക്കുന്നത്. അതെ, അല്ലെ, സിമ്പിൾ ആയിട്ട് കളിച്ച പോലെ തോന്നിയത്. അതായത് സാധാരണ ഒരു മാച്ച് പോലെ കളിച്ചത്. വേൾഡ് കപ്പ് മാച്ച് എന്നുള്ള ഒരു പ്രഷറും കാര്യങ്ങളൊന്നും പ്ലേയേഴ്സിലേക്ക് കണ്ടില്ല. അത് ഉറപ്പാണ്. പിള്ളേര് ബാക്കിൽ വരുന്നല്ലേ. മെസ്സി നിക്കണ്, ഹാരി കെയ്ൻ നിക്കണ്, മൊറോക്കോടെ മറ്റേ സബിയാരി നിക്കണ്, വിനീഷ്യസ് ഉണ്ട്. പിള്ളേരുടെ മെസ്സി മാത്രമേ ഉള്ളൂ. പിന്നെ മെസ്സി കയറിപ്പോവോ അതോ പിള്ളേര് കയറോ അല്ലെ ആശാനാണ് ശിഷ്യനാണെന്നുള്ളത് കാണിക്കുമോ എന്നുള്ളത് അറിയാം. ഇടയില് വേറെ ആശാൻ എന്തെങ്കിലും കാണിക്കുവോ കണ്ടറിയാം. പിന്നെ നമുക്ക് അടുത്തത് ചാമ്പ്യന്മാരുടെ ഗ്രൂപ്പിലോട്ട് പോവാം. ഓക്കെ, അഹങ്കാരം അർജന്റീന, ഓസ്ട്രിയ, ജോർദാൻ, അൾജീരിയ. എനിക്ക് ഇതിനകത്ത് ചോദ്യം, മെസ്സി വാട്ട് ആർ യു, വൈ, എന്തിന്? കാരണം ആ കളി കണ്ടോ ഒരാള് എന്റെ മുന്നു മണി എന്താ കളി അങ്ങോട്ട് കളിച്ച്. അങ്ങോട്ടല്ല, അർജന്റീന ടീം കണ്ടിട്ട് പുതിയായി പോയി. നമ്മളെത്ര വലിയ അർജന്റീന വിരോധിയാണെങ്കിലും ഈ പറഞ്ഞ പോലെ നമുക്ക് ഇത്ര ഇതാണെന്ന് പറഞ്ഞാലും അർജന്റീന കളിച്ച ഒരു കളി, ആ ഒരു 1 ടച്ച് പാസിംഗ് സ്റ്റൈൽ, മിഡ്ഫീൽഡിൽ നിന്ന് തന്നെ ബോള്, മെസ്സിനെ കൊണ്ട് അവർ കളിപ്പിക്കണ ഒരു രീതി ഒന്നും പറയാനില്ല. ഒരു സൂപ്പർ. അതാണ് ഹേറ്റേഴ്സിനെ ഫാൻസ് ആക്കി മാറ്റുന്നത്. നമ്മൾ ഇന്നും ഇന്നലെയും തുടങ്ങിയ പരിപാടിയല്ല, കാലം കുറേ ആയി. അല്ല, കളിയിലേക്ക് വരികയാണെങ്കിലും ഒരു അർജന്റീനൻ ഫാനിന് എന്ത് വേണം? ഫസ്റ്റ് ഓപ്പണിംഗ് മാച്ച് മെസ്സിയുടെ ഹാട്രിക്ക്, വേൾഡ് കപ്പ് ഹാട്രിക്ക് ഇല്ലാന്ന് പറഞ്ഞവർക്ക് ഫസ്റ്റിൽ തന്നെ അത്
മതിയടാ ഇനി എന്തെങ്കിലും പറ, പുതിയ എന്തെങ്കിലും കൊണ്ടുപോവാ, അൾജീരിയ എല്ലാം ടിക്ക് ചെയ്തിട്ട് പോണേ. അൾജീരിയയുടെ അടുത്ത് നമ്മൾ ഒന്നും കൂടി പ്രതീക്ഷിച്ചു. സത്യം പറഞ്ഞാൽ അൾജീരിയ കുറച്ചും കൂടി ടൈറ്റ് കളിയാ വിചാരിച്ചത്. അല്ല പറഞ്ഞ പോലെ കാരണം ഫസ്റ്റത്തെ കുറച്ച് സമയത്ത് മെസ്സിയുടെ കാലിന്ന് ബോള് പോയിക്കൊണ്ടിരിക്കണായിരുന്നു. ആ സമയത്ത് കുറച്ച് കഴിഞ്ഞപ്പോ ഇതേ ഡിപ്പുകളൊക്കെ വന്ന് എമ്മാതിരി പാസ്സൊക്കെ, ഫസ്റ്റ് ഗോളിലിട്ട പാസ് എന്ത് പാസ്സാണത്. പുള്ളി എന്തിനാ MLS കളിക്കണേന്ന് ഇപ്പൊ ഞാൻ ആലോചിച്ചു പോയി ആ സമയത്ത് കണ്ടിട്ട്. മെസ്സിക്ക് വേണ്ടി ചാവാനുള്ള ടീമും അതിനനുസരിച്ച് നീതി പുലർത്തി കളിക്കണം മെസ്സി. ഇത് കാണാൻ അർജന്റീന ഫാൻസിന് ഭാഗ്യം. ഈ ഗ്രൂപ്പിൽ ഇപ്പോ അർജന്റീനക്ക് ഏറ്റവും ടൈറ്റ് കളി വരാൻ സാധ്യതയുള്ളത് ഓസ്ട്രേലിയ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം കുറച്ച് ഹൈ പ്രസ് ചെയ്ത് അത്യാവശ്യം നല്ല ഇന്റൻസിറ്റി കളിക്കുന്ന ടീം ഓസ്ട്രേലിയയാണ്. സോ തിങ്കളാഴ്ച നമ്മുടെ അർജന്റീന ഓസ്ട്രേലിയ മാച്ച് ടൈറ്റ് ആയിരിക്കുന്നല്ല, നല്ല മാച്ച് ആയിരിക്കും. അർജന്റീന എന്തോരം എവിടെയാണ് അർജന്റീന ഒരു വീക്ക് പോയിന്റ് പറഞ്ഞ പ്ലസ് എന്നുള്ളത് ആ മാച്ചിൽ നമുക്ക് തിരിച്ചറിയാം. ചാമ്പ്യന്മാർക്ക് ഇതൊന്നും കുഴപ്പമില്ല, പറയണവര് പറയട്ടെ. അതിലും അർജന്റീനയും ഓസ്ട്രേലിയയും കയറും. അർജന്റീന കയറാൻ ചാൻസ് ഇല്ല. അടുത്ത ഗ്രൂപ്പിലോട്ട് പോകാലോ. ഓക്കെ. കൊളംബിയ, കോങ്കോ, പോർച്ചുഗൽ, ഉസ്ബെക്കിസ്ഥാൻ. ഞാൻ പറയണോ എന്തെങ്കിലും ആശാനെ എന്തെങ്കിലും തുടങ്ങാനുണ്ടെങ്കിൽ അങ്ങോട്ട് കോങ്കോ വേഴ്സസ് പോർച്ചുഗൽ മാച്ചിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയണോ, അല്ലെങ്കിൽ വെറുതെ പറഞ്ഞ പെട്ടെന്ന് പോയാൽ മതിയോ? അങ്ങനെ പോയാൽ മതി. അപ്പോ പോർച്ചുഗൽ വേഴ്സസ് കോങ്കോ മാച്ച് എടുത്തപ്പോ 5 തന്നെ ജാനോസ് ഗോൾ അടിച്ചു. എല്ലാരും വിചാരിച്ച് ഗോൾ മഴയായിരിക്കും. ഞാൻ മിനിമം ഇല്ലേ ഒരു 5 ഗോൾ പ്രതീക്ഷിച്ചത്. സത്യം പറഞ്ഞ ഫസ്റ്റ് ആലിമുണ്ട്. ഞാൻ പറഞ്ഞ എന്താണ് ഇത് ഇവന്മാര് സീനാവും. ആ പറഞ്ഞിരുന്നതിന് ശേഷം ബാക്കി നീ പറഞ്ഞു. ഞങ്ങള് പറഞ്ഞിരുന്നതിന് ശേഷം പിന്നെ പിന്നാക്ക കുറിച്ചിട്ട് എനിക്ക് സത്യം പറഞ്ഞ ദേഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രക്കും ദേഷ്യം വന്നു. സ്പെയിൻ കളിക്കുന്നതിനേക്കാളും സ്പെയിനിഷ് ആയിട്ട് അവന്മാര് കളിച്ച്. അല്ല സ്പെയിനിന്റെ കയ്യില് പൊസിഷൻ ഉണ്ടായിരുന്നു, എന്തെങ്കിലുമൊക്കെ പറയായിരുന്നു, കുറെ അടി വന്നായിരുന്നു എന്നൊക്കെ പറയായിരുന്നു. പോർച്ചുഗലിന്റെ പൊസിഷൻ എന്ത് പൊസിഷൻ? മിഡിൽ നിന്ന് ബോളാൻ കളിക്കണേ. സ്പെയിനിന്റെ കാലിൽ ബോൾ ഉണ്ടെങ്കിൽ ബോക്സിന്റെ അകത്തോട്ട് ഇതങ്ങനെയല്ല. അല്ല ഞങ്ങളാണ് ഫസ്റ്റ് ഏറ്റവും മിഡ്ഫീൽഡർ സൂപ്പർ മിഡ്ഫീൽഡേഴ്സ് ഉള്ള ടീം, അതുകൊണ്ട് മിഡിൽ മാത്രം കളി മതി എന്നുള്ള രീതിയിലായിരുന്നു. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബെസ്റ്റ് മിഡ്ഫീൽഡർ വിറ്റീനെ എവിടെ, അസിസ്റ്റ് ബ്രേക്ക് ചെയ്ത ബ്രൂണോ ഫെർണാണ്ടസ് എവിടെ? എല്ലാരും ക്രിസ്ത്യാനോ കുറ്റം പറയുന്നുണ്ട്. അതെന്തായാലും ക്രിസ്ത്യാനോയുടെ പേരേ വരുള്ളൂ. ഓബിയസ്ലി പോർച്ചുഗൽ അല്ല ഓബിയസ്ലി അതിൽ വേറൊരു കാര്യം കൂടി ഉണ്ട്. അപ്പൊ കളിക്ക് മുന്നേ ഇട്ട റീലിനെ പറ്റിയും കൂടി സംസാരിക്കണം. ഗോൾ ഇല്ലാത്തതാണ് വേട്ടക്കാരൻ്റെ. അതൊക്കെ പറയുമ്പോ സ്വാഭാവികമായിട്ട് കുറ്റം പറയുമ്പോഴും എല്ലാവരും ഞാൻ അതിന്റെ അകത്ത് പറഞ്ഞത് മെസ്സി അടിച്ച്, എംബാപ്പെ അടിച്ച്, ഹാളൻഡ് അടിച്ച്. ഇനിയിപ്പോ ലോക ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഗോൾ വേട്ടക്കാരൻ ക്രിസ്ത്യാനോ, ഏറ്റവും കൂടുതൽ ഗോളുകളുള്ള ഒരു ഫുട്ബോളർ ക്രിസ്ത്യാനോ ആണല്ലോ. അപ്പൊ പുള്ളി ഒരു ഗോൾ അടിക്കുമെന്ന് എല്ലാരും പ്രതീക്ഷിക്കുമല്ലോ. അവിടെയാണ് തിരിച്ചു വന്നേക്കണത്. എനിക്കുള്ള കമന്റ് തിരിച്ചു വന്നേക്കണ അവിടെയാണ്. അപ്പോ പക്ഷേ ക്രിസ്ത്യാനോനെ കുറ്റം പറയാനൊന്നുമില്ല. ഒന്നുമില്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ക്രിസ്ത്യാനോ മാത്രമല്ല കുറ്റക്കാരൻ, അത് പറയാം. ക്രിസ്ത്യാനോന് ലഭിക്കേണ്ട രീതിയിൽ നല്ല ചാൻസ് അപ്പോൾ കിട്ടിയിട്ടുണ്ടോ? എനിക്ക് ക്രിസ്ത്യാനോ വിരമിക്കേണ്ട സമയം തന്നെ ഞാൻ പറയുള്ളൂ. അത് നിങ്ങൾ എന്നെ ഹേറ്ററായിട്ട് നിങ്ങൾ കരുതരുത്. കാരണം പുള്ളിയുടെ ടൈം ഏകദേശം ഓവറാണ്. എനിക്ക് തോന്നണില്ല പുള്ളിക്ക് ഒരു മാറ്റം ഇനി ഈ ടീമിൽ കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. അത് ഞാൻ ഹേറ്റർ എന്നുള്ള രീതിയിലല്ലയും പറയുന്നത്. ഞാൻ ഈ ടൂർണമെന്റ് തുടങ്ങുന്നതിന് മുന്നേ ഞാൻ ഫ്ലോപ്പായിരിക്കും എന്ന് പറയാനുള്ള കാരണവും അവനോടുള്ള ഹേറ്റ് കൊണ്ട് ഒരിക്കലും അല്ല. കാരണം ആ ടീമിൽ ഇവനൊരു മിസ്മാച്ച്. ഒന്നാമത് ആ കോർഡിനേഷൻ, ടീം കോർഡിനേഷൻ എന്ന് പറഞ്ഞ സാധനം ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യമെങ്കിലും കുറച്ച് കൂടി വരുമെന്ന് വിചാരിച്ചു. അല്ല വരണം, ഇത്രയും നമ്മള് അതാരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ തന്നെ ഉണ്ടാവും. അത്രക്കും വിശ്വാസമല്ല, കോൺഫിഡൻസ് ആയിട്ട് തന്നെ കുട്ടിക്കും. അല്ല ഒരു കംബാക്ക് ഞങ്ങളും പ്രതീക്ഷിക്കുന്നുണ്ട്. അണ്ണൻ തിരിച്ചു വരണം, അണ്ണൻ ഗോൾ സ്കോറിംഗിൽ വരണം. നിങ്ങൾ പ്രതീക്ഷിക്കണം. നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും അതിനുശേഷം നിനക്കുള്ള മറുപടി ഉണ്ടല്ലോ. നീ ചോദിച്ച ചോദ്യങ്ങൾക്ക് നീ ഊക്കിനുണ്ടല്ലോ. ഞാൻ ഊക്ക് എന്താണ്, ഞാൻ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഹുക്കിലേര് എനിക്ക് പറഞ്ഞു, ഞാനത് പറഞ്ഞു. അതല്ലാതെ അതിൽ കൂടുതൽ അക്കളിനെ പറ്റി പറയാനാണ്. ഭൂരിഭാഗം പേരും ഇതേപോലെ തന്നെ. ഞാൻ പറയാനാണ് ആഞ്ചലോട്ടി പറഞ്ഞൊരു കോട്ടുണ്ട്. ഒരു കളിയിൽ ഗോൾ അടിക്കാത്ത ക്രിസ്ത്യാനോ രണ്ടാമത്തെ കളിയിൽ ഒന്നും കൂടി ഡേഞ്ചറസ് ആയിരിക്കും. എ ഗോൾലെസ് ക്രിസ്ത്യാനോ ഈസ് മോർ ഡേഞ്ചറസ് ദാൻ എ ഗോൾ സ്കോറിംഗ് ക്രിസ്ത്യാനോ. ചിലപ്പോൾ അടുത്ത കളി ഗോൾ അടിച്ചൊന്നും വരില്ല, പക്ഷെ കിട്ടാനുള്ളത് എല്ലാവർക്കും കിട്ടും.
എനിക്ക് പോർച്ചുഗലിന്റെ സെമി വരെ എത്തണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. കാരണം ചിലപ്പോ ലാസ്റ്റ് മാച്ച് ഒരു ആഗ്രഹം വ്യക്തിപരമായിട്ട് പറഞ്ഞിട്ട് എനിക്കിപ്പോ ക്രിസ്ത്യാനോ ഗോൾഡൻ ബൂട്ട് അടിക്കണമെന്നില്ല, ഇഷ്ടം പോലെ ഗോൾ അടിച്ച് കൂട്ടണമെന്നില്ല, ക്രിസ്ത്യാനോ ചിരിച്ചുണ്ടാവും എനിക്ക്. അതെനിക്ക് തോന്നണില്ല. ഈ ടീമിൽ ഇരുന്നിട്ട് അതിന് പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. വേറെ ഏതെങ്കിലും ടീമിൽ പോകേണ്ടി വരും. ക്രിസ്ത്യാനോ ഗോൾ അടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ക്രിസ്ത്യാനോ നന്നായി കളിക്കണം. അല്ല, മാർട്ടീനസിന്റെ ടാക്ടിക്സ് മാറ്റുകയും ചെയ്യണം. പോർച്ചുഗലിന് മുന്നോട്ട് പോകണമെങ്കിൽ ടാക്ടിക്സ് മാറ്റിയേ പറ്റുള്ളൂ. എന്ത് മണ്ടത്തിലേക്ക് കാണിക്കണമെന്ന് എനിക്കറിയില്ല. ബെർണാർഡോ സിൽവ സ്റ്റാർട്ടിംഗ് ഉണ്ടാവാൻ പാടില്ല. ബെർണാർഡോ സിൽവനെ കൊണ്ട് ഒരിക്കലും റൈറ്റ് വിങ് കളിക്കാൻ പറ്റൂല. ആ ഒരു സമയം കഴിഞ്ഞ് ബെർണാർഡോ സിൽവ മിഡ്ഫീൽഡർ ആയിട്ട് സബായിട്ട് ഇറക്കാം. കാരണം അപ്പുറത്ത് ട്രിങ്കാവോ ഉണ്ട്, കോൺസസാനോ ഉണ്ട്. ഇവരാരെങ്കിലും ഫസ്റ്റ് വിങ്ങിൽ ഇറക്കണം. അല്ല, സ്പീഡ് പേസ് വേണം. കാരണം ഈ പറഞ്ഞ റൊണാൾഡോനെ കൊണ്ട് ഗോൾ അടിപ്പിക്കാനാണെങ്കിൽ ഈ ക്രോസുകൾ വന്നുകൊണ്ടിരിക്കണം. ആ വരാത്ത സ്ഥലത്ത് പിന്നെ ഈ പറഞ്ഞ പോലെ റൊണാൾഡോനെ ഒറ്റക്ക് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ എന്തെങ്കിലും കാണിക്കാൻ ജാവനവസും വിറ്റീനി ഇതിലും കൂടുതൽ എന്ത് ലിങ്ക് വേണ്ട? ഒരേ ടീമിൽ കളിക്കുന്ന 2 പ്ലേയേഴ്സാണ്. അവർക്ക് ഇതിൽ കൂടുതൽ കെമിസ്ട്രി എന്താ വേണ്ടത്? അല്ല, കോച്ചിന്റെ ടാക്ടിക്സും ഷോക്ക് വരുന്നുണ്ട് ഫസ്റ്റ്. അത് എടുത്ത് പറയണം. അല്ല, ഡിഫൻസ് പിന്നെ മെയിൻ കളിക്കാരില്ല എന്ന് പറയാ. എന്നാലും അവര് എന്ത് രീതി മിഡിന്ന് എടുത്തിട്ട് ബാക്കിലേക്ക് കൊണ്ടുപോകണം, എന്ത് പാസ്സാണ് അതും. കോങ്കോ എന്ന് പറഞ്ഞ പോലത്തെ ഒരു ചെറിയ രാജ്യത്തിനോട് അല്ല, നല്ലതാണ്. ഒരു ഡ്രോബാക്ക് ഉള്ളത് നല്ലതാണ്. കംബാക്കിനേക്കുള്ള ഒരു സാധ്യത ആക്കിയിട്ട് മാറട്ടെ. പേടിയുണ്ട്. കാരണം സത്യം പറയാം, ഓപ്പൺ ആയിട്ട് പറയാം, നല്ല പേടിയുണ്ട്. കാരണം ഉസ്ബെക്കിസ്ഥാന് കോങ്കോനേക്കാളും ബെറ്റർ ടീമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ കളി വെച്ച് കൊളംബിയയിലും പോയിട്ടുണ്ടെങ്കിൽ കൊളംബിയ എടുത്ത് പഞ്ഞിക്ക് കളി. എന്റെ ഉള്ളിലുള്ള കേസ് ഞാൻ പറയട്ടെ, എനിക്ക് കൊളംബിയ പേടിയില്ല. ഒരു അറ്റാക്കിംഗ് ടീം ഒന്നാലുണ്ടല്ലോ. പോർച്ചുഗൽ അറ്റാക്ക് ചെയ്യുമ്പോൾ നല്ല സ്പേസും ചാൻസസും കിട്ടും. പോർച്ചുഗൽ ഗോൾ അടിക്കും, പക്ഷെ അതിനേലും കൂടുതൽ ഗോൾ മേടിക്കുകയും ചെയ്യും. അത് ഒന്നും കൂടി ബെറ്റർ ആയിരിക്കും. പോർച്ചുഗൽ ചെറിയ ടീമായിട്ട് കളിക്കുമ്പോൾ ഒന്നും കൂടി പ്രശ്നങ്ങൾ വരാൻ സാധ്യത എനിക്ക് കാണുന്നത്. അതെ, എക്സ്പെക്ടേഷൻ വേഴ്സസ് റിയാലിറ്റി എന്നുള്ള സാധനമാണ് അതിൽ വരുന്നത്. എന്താ അടുത്തത് ലാസ്റ്റ് ഗ്രൂപ്പാണ്. ഗ്രൂപ്പ് എൽ. ഇംഗ്ലണ്ട്, ഗാന, പനാമ, ക്രൊയേഷ്യ. തോമസ് ടുച്ചൽ, താങ്കൾ എന്ത് കണ്ടിട്ടാണ് ഈ സ്കോഡ് ഇറക്കിയത്, എന്തിനാണ് ഇത്രയും കളിക്കാരെ പുറത്തിരുത്തിയത് എന്നുള്ളതിനുള്ള എല്ലാ ഉത്തരവും താങ്കൾ തന്നു കഴിഞ്ഞു. ഫസ്റ്റ് മാച്ചിൽ തന്നെ ഞാൻ ഫ്ലോപ്പ് ആവുന്നൊക്കെ പറഞ്ഞാണ്. ഞാനത് മാറ്റാൻ പോണത്. ക്രൊയേഷ്യക്കെതിരെ കളി കണ്ടവർക്കറിയാം, ഇംഗ്ലണ്ട് ഈസ് സംതിങ് ടു ബി റെക്കൺ വിത്ത്. അല്ല, ഇംഗ്ലണ്ട് അടിപൊളി. കാരണം ഈ ബിഗ് പ്ലേയേഴ്സിന്റെ അടുത്ത് മാറ്റിയത് അവന് എന്ത് ടാക്ടിക്സ് ഉണ്ടായിരിക്കും എന്താണ്. പക്ഷെ അവിടെ പ്ലേയിങ് ലെവൻ കളിപ്പിച്ചതും അതേപോലെ തന്നെ ഉള്ളൊരു കളി, അടിപൊളി കളി. ഇംഗ്ലണ്ട് നിസാരക്കാരല്ല മക്കളെ. ഇറ്റ്സ് കമ്മിങ് ഹോം ആണോ? ഇറ്റ്സ് കമ്മിങ് ഹോം ആണോ? ഇറ്റ്സ് കമ്മിങ് സ്പെയിൻ ആണോ, അർജന്റീനയാണോ, ബ്രസീലാണോ, അതോ പോർച്ചുഗലാണോ, ഫ്രാൻസ് ആണോ എന്നുള്ളതെല്ലാം കണ്ടറിയാം. അപ്പൊ ഇനി റൗണ്ട് 2 കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി വിശേഷം പറയാം. നമസ്കാരം.